ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാവിലെ 9 മണിക്ക് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. ഒരു വശത്ത് കടുത്ത കേന്ദ്ര അവഗണന, മറുവശത്ത് കേരള മോഡലുമായി ശക്തമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഏറെയാണ്. ഈ വെല്ലുവിളികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ധനമന്ത്രിയുടെ വീടിന് മുന്നിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ഷീജ ചേരുകയാണ്. ഷീജ, കേൾക്കാനുണ്ടോ? ഗുഡ് മോർണിംഗ് രാജേന്ദ്രൻ, കേൾക്കാം. ഗുഡ് മോർണിംഗ്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പെട്ടിക്കകത്ത് എന്തെല്ലാമാണെന്നതിനെ പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടോ? അത്ര എളുപ്പമല്ല അത് കിട്ടുക എന്നത്. അതെ, ഏതായാലും അത്ര എളുപ്പമല്ല ഈ ബജറ്റിൽ എന്താണുള്ളത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ വിവരം പങ്കുവയ്ക്കാൻ. ഏതായാലും ഇപ്പോൾ നമ്മളുള്ളത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ പൗർണമിയിലാണ്. ഇവിടെ ഏതായാലും ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ അന്തിമ കോപ്പി, ബജറ്റിൻ്റെ അന്തിമ കോപ്പി ഗവൺമെൻറ് പ്രസ്സിൽ നിന്നും ഇവിടേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് അദ്ദേഹം ഒന്ന് ഓടിച്ചു നോക്കിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും പുറപ്പെടുക, ഔദ്യോഗിക വസതിയിൽ നിന്നും പുറപ്പെടുക. കൃത്യം ഒരു 8:30 നിയമസഭയിൽ എത്തുന്ന രീതിയിലാണ് നിലവിലിപ്പോൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 9 മണിക്ക് തന്നെ സഭാ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. ആദ്യം എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് സഭയിൽ വെക്കേണ്ടതുണ്ട്. സാമ്പത്തിക റിപ്പോർട്ട് വെച്ചതിന് ശേഷം ഈ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും. ഈ പറയുന്നത് പോലെ തന്നെ കെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രത്യേകിച്ചും സംസ്ഥാനം അത്രത്തോളം വലിയൊരു അവഗണന നേരിട്ടതിന് തൊട്ട് പിന്നാലെ അതും സംസ്ഥാനം വലിയ തോതിലുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ വെച്ചിട്ട് പോലും അതൊന്നും പരിഗണിക്കാത്ത ഒരു കേന്ദ്ര ബജറ്റാണ് നമ്മൾ കണ്ടത്. ആ ഒരു വെല്ലുവിളി, അത് ചെറിയൊരു വെല്ലുവിളിയല്ല സംസ്ഥാനത്തിന് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തുന്ന ബജറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ധനമന്ത്രി തന്നെ നമ്മൾ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിരുന്നു, കേന്ദ്രം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു വെല്ലുവിളി അത് മറികടക്കുന്ന ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണത്തേത് എന്നുള്ളത് അദ്ദേഹം തന്നെ കൈരളി ന്യൂസിനോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അദ്ദേഹം പറയുന്നത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആ രീതിയിലുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും എൽ ഡി എഫ് സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിനൊപ്പം വികസനത്തിന് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന ബജറ്റ് അത് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുക എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനൊപ്പം ഏറ്റവും പ്രസക്തമായ 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചു പോകാം. അതിലൊന്ന് വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനം അത് കമ്മീഷനിങ്ങിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേക പരിഗണന ബജറ്റിലുണ്ടാകും. കൂടുതൽ മൂലധന നിക്ഷേപത്തിൽ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മറ്റൊന്ന്, സംസ്ഥാനം വലിയൊരു പ്രതിസന്ധി, ദുരന്തമുഖത്തുകൂടി കടന്നു പോകുന്നൊരു ഘട്ടം കൂടിയാണ്. അതിൽ നിന്നുള്ള അതിജീവന ബജറ്റ് എന്നുകൂടി ഇത്തവണത്തേതിനെ പറയാം. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ പുനരധിവാസം, അതിൻ്റെ നടപടികൾ സർക്കാർ വേഗത്തിലാക്കുന്നുണ്ട്. അതിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനം ആവശ്യപ്പെട്ട സഹായമൊന്നും കേന്ദ്രം നൽകിയില്ലെങ്കിൽ പോലും ഈ ബജറ്റിലൂടെ ആ പുനരധിവാസം പൂർത്തിയാക്കുക, അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്കുള്ളൊരു കൈത്താങ്ങ് അതുകൂടിയായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രധാന പ്രഖ്യാപനം എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം മനുഷ്യ വന്യജീവി സംഘർഷമാണ്. ഈ വിഷയത്തിലും ഏതായാലും കേന്ദ്രത്തിൽ നിന്നാണ് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകേണ്ടത്. കാരണം കേന്ദ്ര വന നിയമത്തിലാണ് ഭേദഗതി വരുത്തേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ സംസ്ഥാനത്തിന് ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് സംസ്ഥാന സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനും ഇത്തവണത്തെ ബജറ്റിൽ മുൻതൂക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജേന്ദ്രൻ. ഷീജ നേരത്തെ പറഞ്ഞു, വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞു. വിഴിഞ്ഞത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അർഹമായത് നൽകില്ല, VGF നൽകില്ല. അതൊരു കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്. നമുക്കറിയാം മറ്റ് പല തുറമുഖങ്ങളും, ഇപ്പോൾ തൂത്തുക്കുടി തുറമുഖത്തിനെല്ലാം കേന്ദ്ര സർക്കാർ VGF നൽകി, കേരളത്തിന് നൽകിയില്ല. വയനാടിൻ്റെ കാര്യം, വയനാട് നയാ പൈസ നൽകില്ല. ഈ ബജറ്റിൽ എന്തായാലും അതിനെപ്പറ്റി അതിനൊരു പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ടാവും. പക്ഷേ കേന്ദ്രത്തിൻ്റെ സഹായം പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഷീജ പറഞ്ഞ മറ്റൊരു കാര്യം സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി ഭീമമായ തുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ്.
അതിന് നമുക്ക് വലിയ തുക നീക്കി വയ്ക്കണം. നമ്മുടെ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ കാര്യം എന്തെന്നാൽ, നിങ്ങളൊരു പിന്നാക്ക സംസ്ഥാനം, ജോർജ് കുര്യൻ പറഞ്ഞത് നിങ്ങൾ ഒരു നമ്പർ 1 അല്ല, വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് പറയൂ, അപ്പോൾ നമുക്ക് പരിഗണിക്കാമെന്ന് പറയുന്നു. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേരളത്തെ പ്രശംസിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് ഇത്ര കണ്ട് കേന്ദ്ര അവഗണന നേരിടുന്നു, അതേ സമയത്ത് തന്നെ ഇതിന് പണം വേണം. ഇത് അധിക വരുമാന സമാഹരണം, അധിക വിഭവ സമാഹരണത്തിനായി എന്തെങ്കിലും ഒരു ശക്തമായ നടപടികൾ കൈക്കൊള്ളാതെ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ബജറ്റ് അവതരിപ്പിക്കാനല്ലേ സാധ്യത? തീർച്ചയായും രാജേന്ദ്രൻ, അതിലൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം കൃത്യമായ രീതിയിൽ ധനമന്ത്രി തന്നെ പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയൊക്കെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും സംസ്ഥാനം കൃത്യമായ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളർച്ചാ നിരക്കിൽ ദേശീയ ശരാശരിയേക്കാൾ മികച്ചൊരു വളർച്ച കൈവരിക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും ആ ഒരു വെല്ലുവിളി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതേ രീതിയിൽ തന്നെ ഏത് രീതിയിലാണോ ഇപ്പോൾ സംസ്ഥാനം വളർച്ച കൈവരിച്ച് മുന്നോട്ട് പോകുന്നത് ആ പാത തന്നെ തുടരുന്നതായിരിക്കും. ജനങ്ങൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ല. കാരണം ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തരുത് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജനക്ഷേമകരമായ ബജറ്റ്, അതോടൊപ്പം തന്നെ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു ബജറ്റ്, അതായിരിക്കും സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് തന്നെയായിരിക്കും KN ബാലഗോപാലിൻ്റെ പെട്ടിയിലുള്ള ബജറ്റിൽ അതായത് 9 മണിയോടുകൂടി നമുക്ക് അറിയാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ളൊരു മുൻതൂക്കം തന്നെയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. രാജേന്ദ്രൻ.